നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ച പുരോഗമിക്കുമ്പോൾ UDFിൽ നിന്ന് പുറത്തു വരുന്നത് മത്സരിക്കാൻ കഴിവുള്ള ആളുകളുടെ ദൗർലഭ്യം. പുതിയ മുഖങ്ങൾക്കും യുവാക്കൾക്കും യുവതികൾക്കും ഇക്കുറിയും UDFിൽ സ്ഥാനമില്ല എന്ന വലിയ സൂചനകൾ പുറത്തുവരുന്നു. എല്ലാം കണ്ട് പഴയ മുഖങ്ങൾ. അവർക്ക് എന്ത് ജനങ്ങൾക്ക് ചെയ്യാനാകുമെന്നും ചെയ്യാനാകില്ല എന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും കോൺഗ്രസിനും UDF കക്ഷികൾക്കും ഒരു കുലുക്കവുമില്ല. മത്സരിക്കാൻ കഴിവുള്ളവരെ തേടിയിട്ട് കോൺഗ്രസിന് കിട്ടാതായപ്പോൾ നിലവിൽ MLA-മാരായി കഴിയുന്നവരിലേക്ക് സ്ഥാനാർത്ഥിമാരുടെ അന്വേഷണം നീളുന്നു. ചുരുങ്ങിയത് 4 MLA-മാരെങ്കിലും UDF സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടാകും. ഉമ്മൻചാണ്ടി, ഷാഫി പറമ്പിൽ, അടൂർ പ്രകാശ്, PJ ജോസഫ് എന്നിവർ പട്ടികയിൽ വരുന്നു. മാത്രമല്ല, ഇവർ ജയിച്ചാൽ നിയമസഭയിലേക്ക് വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണം. ഇത്തരത്തിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് വിജയം ഉറപ്പാക്കലും UDFിന് ഒരു വലിയ റിസ്ക് കൂടിയാണ്. കൂടാതെ 4 MLA-മാർ ലോക്സഭയിലേക്ക് ജയിച്ചാൽ നിയമസഭയിലേക്ക് നടത്തുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോടിക്കണക്കിന് രൂപ ചിലവാകും. അതായത് മണ്ഡലത്തിലുള്ള പ്രവർത്തകരുടെ മാസങ്ങളുടെ അധ്വാനം വേറെ. വോട്ടർമാർ വീണ്ടും പോളിംഗ് ബൂത്തിൽ ചെല്ലണം. MLA-മാർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്ന് ജയിക്കുന്നത് ശരിക്കും ദേശീയ നഷ്ടമായിരിക്കും. തുടർച്ചയായി CPM ജയിച്ചു വരുന്ന ആറ്റിങ്ങലിൽ കോന്നി MLA-യും മുൻ മന്ത്രിയുമായ അടൂർ പ്രകാശിനെ ഇറക്കാനുള്ള നിർദ്ദേശം സജീവ പരിഗണനയിലാണ്. പാലക്കാട് യുവനേതാവും MLA-യുമായ ഷാഫി പറമ്പിലിനെ കളത്തിലിറക്കണമെന്ന അഭിപ്രായം ഉയരുന്നു. ഇടുക്കി ഇത്തവണ തിരിച്ചുപിടിക്കാനായി മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ PJ ജോസഫ് MLA മത്സരിക്കാൻ കച്ചമുറുക്കുന്നു. കോട്ടയത്ത് ഒടുവിൽ ഉമ്മൻചാണ്ടി മത്സരിക്കാൻ തയ്യാറായി കഴിഞ്ഞു. UDFിന്റെ സിറ്റിംഗ് സീറ്റിൽ എല്ലാം നിലവിലെ MP-മാരെ തന്നെ മത്സരിപ്പിക്കും. ചുരുക്കത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇതുവരെ പരിഗണന കിട്ടാത്ത യുവ നേതാക്കളുടെ പേരുകളൊന്നുമില്ല. വനിതാ നേതാക്കളായ ബിന്ദു കൃഷ്ണ, ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയവരും പ്രാഥമിക ചർച്ചകളിൽ നിന്ന് പുറത്താണ്. കഴിഞ്ഞ ലോക്സഭയിലും നിയമസഭയിലും പരിഗണിച്ച് ഒടുവിൽ പുറത്തായ യുവ കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ ഇടുക്കിയിൽ മത്സരിക്കുമെന്ന് കേട്ടിരുന്നുവെങ്കിലും കാര്യത്തോടടുത്തപ്പോൾ അദ്ദേഹം ചിത്രത്തിലെങ്ങുമില്ല. ചുരുക്കത്തിൽ പഴയ നേതാക്കളെ വെച്ച് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നേരിടാനാണ് UDF നീക്കം. മറ്റൊരു പ്രധാന വാർത്ത, കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ് കെ മാണി മത്സരിക്കാൻ സാധ്യതയേറി. കോട്ടയത്ത് ഉമ്മൻചാണ്ടി മത്സരിച്ചാൽ മാണി വിഭാഗത്തിനും ഇടുക്കി നൽകും. എന്നാലും നിഷ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. അതായത് മാണിക്കും ജോസ് കെ മാണിക്കും പിന്നാലെ നിഷയും കൂടി രംഗത്ത് വരുന്നതോടെ ആ പാർട്ടിയിലെ നേതാക്കളും നിരാശയിലാകും. ഇത്തവണ ആലത്തൂർ മണ്ഡലം പിടിക്കാൻ കേരളത്തിന്റെ ഫുട്ബോൾ ഇതിഹാസമായ IM വിജയനെ രംഗത്തിറക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. IM വിജയനുമായി ഇത് ചർച്ച ചെയ്യുകയും ചെയ്തതായാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. KPCC പ്രസിഡന്റായതോടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുന്നില്ല എന്ന് സ്വയം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ വടകരയിലെ സിറ്റിംഗ് MP-യായ അദ്ദേഹം വടകരയിൽ മത്സരിച്ചില്ലെങ്കിൽ അവിടെ പകരം ആര് നിന്നാലും തോൽക്കുമെന്നാണ് അവസ്ഥ. അതിനാൽ വടകര നിലനിർത്താൻ മുല്ലപ്പള്ളിയെ തന്നെ വീണ്ടും രംഗത്തിറക്കുമെന്നും അറിയുന്നു. ചുരുക്കത്തിൽ കോൺഗ്രസും UDFും മത്സരിപ്പിക്കാൻ പഴയ മുഖങ്ങളെ തന്നെയാണ് നോക്കുന്നത്. പുതിയ ആളുകളെയും യുവാക്കളെയും യുവതികളെയും നിർത്തി ഒരു ഭാഗ്യപരീക്ഷണത്തിന് മുതിരാൻ UDF തയ്യാറല്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.